നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ. MQSൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കൂടെ സമയം കിട്ടുമ്പോൾ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഡെയിലി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീക്കിലി ഫോറക്സ്, കൊമോഡിറ്റി, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിലും വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഞാൻ 2023 ആദ്യകാലം തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് എവിടെ നിന്ന് എടുക്കാൻ സാധിക്കും, മാർക്കറ്റ് എവിടെയൊക്കെ തിരിയാം, കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ്, കൃത്യമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ്, എവിടെ ട്രെയിൽ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ചാർട്ട് മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ്. പിന്നെ അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഞാനൊരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് 2023 മുതലുള്ള എൻ്റേതായിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ജാതകം നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. മെജോറിറ്റി ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. ആ ഓപ്ഷൻ ബൈയിങ്ങിൽ ഡെയിലി വ്യൂ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോർണിംഗിൽ രാവിലെ 9 തൊട്ട് 11-12 മണി വരെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു ലൈവ് റൂം കൂടെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടിയിട്ട് ലോസ് ആക്കുന്നവർ, മെൻ്റലി ഓക്കെ അല്ലാത്തവർ, ശരീരം ചുമ്മാ വെറുതെ ടെൻഷൻ അടിച്ച് നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ, രാവിലെ പ്രോഫിറ്റ്, ഈവനിങ് ഉച്ച കഴിഞ്ഞിട്ട് ലോസ്, കൃത്യമായിട്ടൊരു സപ്പോർട്ടില്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് മെജോറിറ്റി ആളുകൾക്കും ലോസ് വരുന്നതെന്ന് 101% വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കൂട്ടമായിട്ടിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ലൈവ് വ്യൂ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കുക. പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്തിനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് സംസാരിക്കുക. പരസ്പരം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത സ്റ്റേജിലേക്കുള്ള മൂവ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ലൈവിലേക്ക് പോകാം. സമയം 9 ആവുന്നുള്ളൂ. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ തീർത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് പരിശോധിക്കുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. എനിവേ, കഴിഞ്ഞ ഒരാഴ്ചത്തെ വീഡിയോസ് മാക്സിമം നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ടേ പറയുന്നതാണ്, മാർക്കറ്റ് എത്ര താഴത്ത് പോയാലും തിരിച്ച് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും എന്നുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് ഏതാണ്ടൊക്കെ അക്യുറസി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചിലവർ പഠിച്ചവർ വന്നിട്ട് അവിടെ എന്താണ് അങ്ങനെ, ഇവിടെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഞാൻ കോഴ്സൊന്നും പോയിട്ടില്ല. എനിക്ക് എൻ്റെ ചാർട്ടും എൻ്റെ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും തീർത്തു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അതേ എന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂസോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനലൈസോ അതല്ലാന്നുണ്ടെങ്കിൽ IV അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെജോറിറ്റി ഞാൻ അത്ര കോൺസെൻട്രേഷൻ ചെയ്യാറില്ല. എൻ്റെ ചാർട്ടിൽ എന്താണോ അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സ്ട്രാറ്റജിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ മെച്ചപ്പെടും എന്നുള്ള തോന്നലുള്ള ആർക്കും നമ്മളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. പ്രീ ഓപ്പൺ മാർക്കറ്റ് കഴിഞ്ഞു. നമുക്ക് ലൈവിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ സ്ഥിരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റിൽ ആർത്തിയില്ലാതെ ഞാൻ ഇറങ്ങിക്കോളാം. ഓവറായിട്ട് ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് പോകില്ല. എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് മാറി ചാർട്ടിന് റെസ്പെക്റ്റ് ചെയ്തോളാം. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നുള്ള ആ ഒരു പ്രതിജ്ഞ നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യാം. അത് സ്ഥിരമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ലാപ്ടോപ്പിനെയൊക്കെ ഒന്ന് തൊട്ട് തൊഴുത്
ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം ഇരിക്കാൻ. നമുക്ക് മാത്രമാണ് ആ ശൈലി ഇല്ലാത്തതുള്ളൂ, അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മാലയിട്ട് വിളക്ക് കത്തിച്ച് തൊട്ട് തൊഴുത് നിലത്ത് കിടന്ന് ഈ സാഷ്ടാംഗം പ്രണമിച്ചിട്ടൊക്കെ തുടങ്ങത്തുള്ളൂ. അത്യാവശ്യം മനസ്സിലൊരു ചെറിയൊരു ഈശ്വര വിശ്വാസമെങ്കിലും ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് ഈ താല്പര്യം ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ഈശ്വര വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു കേസിൽ മാത്രം ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് 23,270 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് നിലവിൽ ഗ്യാപ്പ് അപ്പാണ്. ആ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് 29 പോയിൻ്റേ ഉള്ളൂ. അതാ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൈനസ് ആയി കൂടായികയില്ല. 23,270 പ്ലസ് 29 23,299 299. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ എത്രയാ? 301. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 സോൾജേഴ്സ് എന്നൊക്കെ പറയണ പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാം, നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് SMA വരണം, അല്ലെങ്കിൽ 23,198 കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകണം. കാരണം സ്റ്റിൽ മാർക്കറ്റ് RSI അപ്പ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ 23,329 മുകളിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഹൈ ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ആ പോക്ക് എവിടം വരെ പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 81 പോയിൻ്റ് നമുക്ക് 23,270 പ്ലസ് 81 പോയിൻ്റ്. അപ്പോൾ 23,351. 23,351 എന്തെങ്കിലും ലൈൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇതിൻ്റെ ഓപ്പൺ 38, അതൊരു 51 വരെയൊക്കെ മാർക്കറ്റ് പോവാം. അപ്പോൾ 23,350 നമുക്കൊരു ഹൈ ഏരിയ ആയിട്ട് താൽക്കാലികമായിട്ട് വെക്കാം. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23,400 മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം, മൂവ് ചെയ്യാതിരിക്കാൻ. അതാകുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്താൽ പോകത്തില്ല. നേരെ മറിച്ച് അത് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീക്കുമ്പോൾ ചിലപ്പോൾ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 350 നമുക്ക് ആ ലൈൻ ലോക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ കളറൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്കാണെങ്കിൽ എവിടെയാണ് മെജോറിറ്റി ഒരു സപ്പോർട്ടുള്ളത്? 23,252 ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ അവിടെ 2-3 ക്യാൻഡലിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ 23,229, 23,198. അത് മാർക്കറ്റ് താഴത്തേക്കാണെങ്കിലും അതൊരു വൺ സൈഡ് മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഡെൽറ്റ വാല്യൂ സ്ട്രൈക്കിൻ്റെ കുറച്ചുകൊണ്ട് മാർക്കറ്റ് പതുക്കെ പതുക്കെ താഴത്തേക്ക് ഇറങ്ങുമെന്നുള്ളൂ. അതുകൊണ്ട് ഡെൽറ്റ വാല്യൂ നല്ല രീതിയിൽ രാവിലെ സ്ട്രൈക്കിൻ്റെ ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാക്സിമം മാർക്കറ്റ് ഡൗണിലേക്ക് പോയാൽ എവിടം വരെ പോകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ 23,270 മൈനസ് ഒരു 140 പോയിൻ്റ് നമുക്ക് കണക്ക് കൂട്ടാം ഏകദേശം. അപ്പോൾ 23,130 എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. 23,130 എന്താ ഉള്ളത്? 134. ആ ഭാഗത്ത് ഈ 144, 34 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 21,134 മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ വരാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 134. അതായത് ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ലോവിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളായാൽ നല്ല രീതിയിൽ ഫാൾ വന്ന് അവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് അവിടെ മാർക്കറ്റ് തീരാം. അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സായിട്ട് 23,198 വൈകിട്ട് മാർക്കറ്റ് തീരാം. ഇനി ഈ താഴത്തോട്ടുള്ള 140 പോയിൻ്റ് നമ്മൾ 280 പോയിൻ്റ്, 140, 140, 280. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അപ്പർ ലെവൽ കിട്ടിക്കോളും. അപ്പോൾ 23,370, 378, 400 ആ ലെവലൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സിയിലേക്ക് പോകാം. സിയിൽ 15 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ശരിക്കും 120 എന്നുള്ള എൻട്രി സ്റ്റിൽ റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
240. അപ്പോൾ നമുക്ക് ഇന്ന മണിയിൽ ഇത്തിരി നല്ല സ്ട്രൈക്ക് ഉള്ളത്, മൂവ് ചെയ്യാൻ സ്ട്രൈക്ക് ഉള്ളത് 23,300. വലിയ തെറ്റില്ലാത്ത ഒരു സ്ട്രൈക്കാണ്. 23,300 വലിയ തെറ്റില്ലാത്ത സ്ട്രൈക്കാണ് സിയിൽ. പിയിലാണെങ്കിൽ നമുക്ക് 23,300 തന്നെ എടുക്കാം. $23,300 സി, 23,300 പി. 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ സ്ട്രൈക്ക് രണ്ടും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. രാവിലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വിധത്തിൽ സി പൊക്കത്തോണ്ട് ഇട്ടിട്ട് വേണം തിരിച്ച് താഴത്തോട്ട് ചാടിക്കാൻ. അപ്പം നിൽക്കുന്ന ഇപ്പോഴത്തെ ലെവലിൽ സിക്ക് അനുകൂലമായിട്ടാണ് കേട്ടോ മാർക്കറ്റ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. സിക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് മാക്സിമം വന്ന് 226 വരെയൊക്കെ വരാം. 226 ബ്രേക്ക് ചെയ്താൽ മാത്രം മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. 13, 10, 26. അപ്പോൾ സ്ട്രൈക്ക് രണ്ടും സെലക്ട് ചെയ്യുക. ഇൻഡെക്സ് നോക്കിയിട്ട് രാവിലെ തന്നെ ഒരു പണി അങ്ങ് നടത്താം. ആ സമയത്ത് കറക്റ്റായിട്ട് മറ്റേത് അത് കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് 2 സ്ട്രൈക്ക് നമുക്ക് ബൈ ചെയ്താലും വലിയ വിഷയങ്ങൾ വരില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? ഓപ്പൺ ചെയ്യാറായല്ലോ. ഓപ്പൺ ചെയ്തു, മണി അടിച്ചു. അപ്പോൾ ചെറിയൊരു ഹൈയിലേക്കാണ് പോണത്. അതായത് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേളിലേക്കാണെങ്കിൽ സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് രാവിലെ കിട്ടുമെന്ന് പറഞ്ഞു. സ്ട്രൈക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇൻഡെക്സ് നോക്കിയിട്ട് അതാണ് ഒരു മൂവ്മെൻറ്റ് തീരുമാനിക്കാമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 23,387 ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 95 പോയിൻറ്റ്, 140 പോയിൻ്റാണ് നമ്മൾ അപ്പർ സൈഡിലേക്ക് വിക്കിലേക്ക് ടിപ്പ് പറഞ്ഞത്. 23,402 ഭാഗത്തേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയ ലെവലിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഡണ്ണാണ്. അപ്പോൾ നമ്മൾ സാധാരണ സി വെച്ചിട്ടാണ് നമ്മൾ നോക്കാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സിയും പിയും സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഡെക്സ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ആ ടാർഗറ്റ് 140 പോയിൻ്റ് അപ്പ് വരെ പോകും. മാക്സിമം പോയി കഴിഞ്ഞാൽ 23,402, കുറച്ചും കൂടെ പോയാൽ 23,419. അതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിയടിക്കാം. മാർക്കറ്റ് സി സൈഡിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കണതെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. അത് ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിളാണ്. 9:16 ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? സിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. അതിൻ്റെ ഹൈ ഇതായിരുന്നു. 227 മാർക്കറ്റ് മൂവ് ചെയ്ത് പോവുകയാണ്. 270 വരെ മേ ബി മാർക്കറ്റ് പോയേക്കാം. നോക്കിയേ, നമ്മൾ ഓപ്പൺ ചെയ്തു, ഒന്ന് ലോ വന്നിട്ടാണ് മാർക്കറ്റ് RSI അപ്പ് സൈഡിലേക്ക് പോയത്. അപ്പോൾ 226 വരെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്. അവിടെ നിന്നുള്ള എൻട്രി എടുത്താലും 225 നിന്ന് 255 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 25 പോയിൻ്റാണ്. ഇനി 255 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 272 ഇട്ട് പോകത്തുള്ളൂ. കൺസോൾട്ടേഷൻ സോണാണ്. ആ മേളത്തെ ലൈനിൽ, ഇവിടുത്തെ ലൈനിൽ മുട്ടി ആ ടൈമിൽ എക്സിറ്റ് ചെയ്താലും 25 പോയിൻ്റ് രാവിലെ ഈസി ആയിട്ട് കണ്ണും പൂട്ടി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുണ്ട്, പോകാതിരിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ
നോക്കിയേ, ഇതെന്തുമാത്രം ഡൗൺ ഇട്ട് വന്നെന്ന് നോക്കിയേ. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ഇട്ട് തന്നെയാണ്. 2 മിനിറ്റിൽ ഇനി ഒരു ഡൈവർജൻസ് ആവാതെ നമ്മൾ എന്ത് ചെയ്യില്ല. 160 ഒരു സപ്പോർട്ട് സോണാണ്, പക്ഷേ ഒരു 180 ബ്രേക്ക് ചെയ്താൽ 90 വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനായിട്ട് കിടപ്പുണ്ട്. ഇത് RSI ഒരു ഡൈവർജൻസ് ആവാതെ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തതിനെ പറ്റി ചിന്തിക്കുന്നില്ല. കാരണം 23,421, അതിൻ്റെ മുകളിൽ 23,436 വരെയൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 50 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ താഴത്തൊരു മടക്കും വന്നിട്ടുണ്ട്. 30 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. അത് താഴത്തോട്ട് വരുന്നത് വരെ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോട്ടെ. കുറച്ചും കൂടെ അപ്പ് പോകാനുണ്ട്. അപ്പൊക്കെ പോയിട്ട് നമുക്ക് താഴത്തെ കാര്യത്തെ പറ്റി ആലോചിക്കാം. അവിടെ കിടക്കട്ടെ, എവിടം വരെ പോകുന്നു നോക്കാമല്ലോ. $260 വരെ കിടപ്പുണ്ട്. 260 ബ്രേക്ക് ചെയ്താൽ ഇനി ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 275 വരെ കിടപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിത് ലോക്ക്ഡ് ആക്കി ഇട്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 226. ആദ്യം ഒന്ന് ഡൗൺ ഇട്ട് പോയിട്ട് സുഖമായിട്ട് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 225 നിന്ന് കിട്ടിയാലും 260 വരെ മാർക്കറ്റ് ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി ഒരു സേഫ് മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ 256, 260 ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട്, ഒരു 30 ഡിഗ്രി ചരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ താഴത്തേക്ക് അടിക്കുമോ അതോ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും? 171 മൂവ് ചെയ്യുന്നത്. 172 ബ്രേക്ക് ചെയ്താൽ 185 മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തേക്കാണ് ഒരു റീടെസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടിപ്പിൽ. ആ ടിപ്പ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 216 ഫാൾ ആവത്തുള്ളൂ. അതായത് SMA ഇട്ട് റീസപ്പോർട്ട് എടുക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. നേരെ മറിച്ച് 255 ബ്രേക്ക് ചെയ്ത അപ്പ്, 225 ബ്രേക്ക് ചെയ്ത താഴത്തോട്ട്. നിലവിൽ ഇതിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്ത 185, 199 ഭാഗത്തേക്ക്. വീണ്ടും 225 സപ്പോർട്ട് എടുക്കാൻ വരികയാണ്. അത് ഡൗൺ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് താഴത്തേക്ക് 216.36 സപ്പോർട്ട് എടുക്കാൻ വരും. അതനുസരിച്ചിട്ട് പിയിൽ 180 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, 177, 181 അങ്ങ് പോട്ടെ. അപ്പുറത്ത് കറക്റ്റായിട്ട് മുട്ടിയ അറ്റ് എ ടൈമിൽ ഇവിടെ എന്ത് ചെയ്ത് ഈ ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 69, 80 SMA തട്ടി നിൽക്കുകയാണ്. ആ SMA കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, താഴത്തോട്ട് വരുള്ളൂ. ഇനി കുറച്ച് നേരം കൺസോളേഷനാണ്. ഇപ്പോൾ ഒരു തവണ SMA ടച്ച് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്ത് പോയത്. രണ്ടാമതും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു തവണ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു, രണ്ടാമത് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, നമ്മളെന്താ ചെയ്തത്, താഴത്തോട്ട് SMA സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ SMA സപ്പോർട്ട് എടുക്കാൻ വരുന്ന മൂവ്മെൻ്റാണ് ഈ ഇവിടെ നിന്ന് 170 നിന്ന് 180 വരെ 10 പോയിൻ്റ് കൂട്ടാം, ഒരു പ്രശ്നമില്ല. ആ സമയത്ത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി, ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് ഒരു വലിവിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് അങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. ഈ ക്യാൻഡിൽ ഈ ഡേ ക്യാൻഡലിൻ്റെ പൊക്കത്ത് നിൽക്കുകയാണെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായാൽ മാത്രമാണ് മുകളിലോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇനി മെജോറിറ്റി കൺസോൾട്ടേഷനാണ്. ഈ ഒരു യെല്ലോ ലൈൻ മുട്ടാതെ ബോട്ട് ഇട്ട് രണ്ടും തമ്മിൽ ടാലി ആവാതെ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും വിഷയമില്ല, 2 പോയിന്റിൽ ഇട്ടാലും വിഷയമില്ല, ഒന്നിനും ഒരു വിഷയമില്ല. RSI ഇവിടെ പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. 187 വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വ്യൂ ആണ്.
ഇത് ഈ 188 കൂടെ ബ്രേക്ക് ചെയ്താൽ 198 ടിപ്പടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ റിജക്ഷൻ 185 ബ്രേക്ക് ചെയ്താൽ 198 ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ വൈറ്റ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 203, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 192. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇത്തിരി കോംപ്ലിക്കേഷനാണ് ഈ ഒരു ഏരിയ. കാരണം ഇവിടെ പക്കാ സപ്പോർട്ട്, ഇത് ഇങ്ങനെ താഴത്തോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇത് കയറി 198 ടച്ച് ചെയ്യേണ്ടതാണ്. 188 ബ്രേക്ക് ചെയ്യണം. 189 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 198 മുട്ടത്തുള്ളൂ. RSI ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. പിയിലേക്ക് മാസീവ് മൂവ്മെൻ്റ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സഡൻ ഡംപ് 160 ഒരു ഒറ്റ പോക്ക് താഴത്തോട്ട് പോരും. നെക്സ്റ്റ് ക്യാൻഡിലോ അതിന് പിന്നത്തെ ക്യാൻഡിലോ 188 ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സഡൻ ഫാള് താഴത്തേക്ക് വരും. ആ ഫാള് 148 വരെ വരും. അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ചതാണ് ആ ഫാള്. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെവിടം വരെ വരും? 274 വരെ വരും. നമ്മൾ പറഞ്ഞത് എന്താ, പോകാനാണെങ്കിൽ പണ്ടേ പോയാനെ. ഒരു ഫാള് വന്നാൽ സിംഗിൾ ക്യാൻഡിൽ 160 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 220 നിന്ന് 237 വരെ 17 പോയിൻ്റാണ് ഈസി ആയിട്ട്. കൺസോൾട്ടേഷനാണ്. നമ്മൾ പറഞ്ഞു ആ മഞ്ഞലൈൻ മുട്ടുന്നത് വരെ ഇങ്ങനെ ടാലി ആക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ആക്കിയതിന് ശേഷം മാത്രമേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. മഞ്ഞലൈൻ മുട്ടണം. നമുക്കൊരു ക്ലിയർ കട്ട് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞലൈൻ മുട്ടണം. അതിനു മുമ്പ് ഇങ്ങനെ ടാലി ആയിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യത്തെ മൂവ്മെൻറ്റ് 25 പോയിൻ്റ് ഇവിടെ കിട്ടി. സെക്കൻഡ് മൂവ്മെൻറ്റ് ഒരു 10-15 പോയിൻ്റ് ഇവിടെ കിട്ടി. 25, 30, 40 പോയിൻ്റ്. പിന്നെ ഇത് താഴത്തോട്ട് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ടാണ് 216.46 എടുത്തത്. വേണ്ട, 220 നിന്നാണെങ്കിലും 37 പോയിൻ്റ് ഇവിടെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അതിൽ കുറച്ച് കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഒന്നെങ്കിൽ ആ ബാക്കി പോർഷൻ കോസ്റ്റ് ടു കോസ്റ്റിൽ പോകണം. ആ കോസ്റ്റ് ടു കോസ്റ്റ് പോയാലും വിഷയമില്ല. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് 273. അപ്പോൾ ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റ് പോയാലും നമുക്ക് വലിയ വിഷയമില്ല. ആ കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ ബ്രോക്കർ കാശ് എവിടെ എടുക്കാം? 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 195 10 പോയിൻ്റ് കിട്ടും. അത്രേ ഉള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാം. കാരണം ഇവിടെ എന്തായാലും താഴത്തോട്ട് വരും. കാരണം ഇവിടെ മഞ്ഞ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും താഴത്തോട്ട് വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ 237 ഹാഫ് പോർഷൻ കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നെങ്കിൽ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 274 പോവുക. സെക്കൻഡ് തിങ്, ഇത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാൽ ഇവിടെ 185 മുതൽ 195 വരെ കിട്ടണം. ഇതിനപ്പുറത്തേക്ക് യാതൊരുവിധ മാറ്റവും 15 മിനിറ്റ്സിൽ എൻ്റെ റീസൺ എന്തുകൊണ്ടാണ് സിയിലെടുത്ത് ഹോൾഡ് ചെയ്തേക്കണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23,421 അവിടെയും ബ്രേക്ക് ചെയ്താൽ 23,435 മാർക്കറ്റ് ചെല്ലണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ. അരമണിക്കൂറിൽ ഇന്നത്തെ ലൈവ് തീർക്കാം. ഓൾമോസ്റ്റ് കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് നടന്നിട്ടുണ്ട്. രാവിലെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തത് കാരണം എന്ത് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് പോയി. അപ്പോൾ അതിനിടയ്ക്ക് റെഡ് വന്നാലൊന്നും നമ്മൾ വെറുതെ ചുമ്മാ പാനിക്കായി ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സപ്പോർട്ടിൽ നോക്കിയേ, അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സപ്പോർട്ടാണ്. ആദ്യം സപ്പോർട്ട് എടുത്തു, പിന്നൊരു ലോ വന്നു, അത് പിന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒരു മടക്ക് വന്നെങ്കിലും അതൊരു
ഫാൾ മടക്കമായിരുന്നു. കാരണം നമുക്കറിയാം എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മളത് 25 മിനിറ്റായി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആക്കാം. ഒരു ലോവും കൂടെ വരണം. ആ ലോവും കൂടെ വന്നാൽ 147 ലോ ആവണം. വേറെ വല്ല ലോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേറെ ലോ ഒന്നുമില്ല. പീല് നല്ല മൂവ്മെൻറ്റ് വരും. ഇത് ഇങ്ങനെ ആടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ചാടിച്ച് ഇറക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ 274 മുട്ടിയിട്ട് അവിടെ ഒരു റിവേഴ്സ് ക്യാൻഡിൽ വല്ലതും വരികയാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 250 ടാർഗറ്റിലേക്ക് മുട്ടി നിൽക്കുകയാണ്. ഇനി 250 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ ആദ്യത്തെ മൂവ്മെൻറ്റ് 259, സെക്കൻഡ് മൂവ്മെൻറ്റ് 275. അടുത്ത RSIയുടെ ക്രോസ് ഓവർ ഇവിടെ വരുന്നുണ്ട്. ഇതും ഒരു ഡൈവർജൻസിനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് പിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ലോവിലാണ് സപ്പോർട്ട് ഇരിക്കുന്നത്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ വന്നിരുന്നെങ്കിൽ സുഖമായേനെ. ഒരു ലോവും കൂടെ താഴത്തോട്ട് വന്നിട്ടാണ് പോകണമെങ്കിൽ 147 ഒരു പണി കൊടുക്കാമായിരുന്നു. പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു ലൈൻ മനസ്സിൽ കാണുന്നുണ്ട്. ലോവിലേക്ക് പോരട്ടെ. ഒന്നും കൂടെ ഒരു ലോവും കൂടെ താഴത്തേക്ക് അടിക്കേണ്ടതായിരുന്നു 147ലേക്ക്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെ പറയും അതിന്. അതും കൂടെ വന്നാൽ രക്ഷപ്പെട്ടു. അതും കൂടെ വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് സി നിൽക്കുന്നത്. അതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇനി 250 ബ്രേക്ക് ചെയ്ത് പോയാൽ സസ്റ്റെയിൻ ചെയ്ത് പോകും. ഇവിടെ ഒരു ലോവിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ വന്നിച്ച് നിൽക്കുന്നതിൻ്റെ റീസൺ. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ആണ്. അതർവൈസ് 161 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 167 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അവിടെ അങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. കാരണം ഒരു പരിധി കൂടുതലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവിടെ 2 തവണ യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ തവണയെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ തന്നെ നിന്ന് മാർക്കറ്റ് കളിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊക്കെ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ പിയിലൊരു RSIയുടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് 2 മിനിറ്റിൽ. പക്ഷേ ഇവിടെ എന്തോ ഒരു ദുരുദ്ദേശം സ്മെല്ല് ചെയ്യുന്നുണ്ട്. കാരണം പിയിലേക്ക് ഒരു മാസീവ് മൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സിക്കാരുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതെന്താണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തിലൊരു ഐഡിയ കിട്ടുള്ളൂ. ഓൾറെഡി പിയിലേക്ക് RSI കൺവേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 187ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇവിടെ 250 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ ഇനി അനദർ മൂവ്മെൻ്റ് ഉള്ളൂ. പിയിലേക്കാണ് RSI മടങ്ങി നിൽക്കുന്നത്. കാരണം ഈ മഞ്ഞ ലൈൻ ഇവിടെ നിൽക്കുന്നോളം കാലം നമുക്കൊരു ലോങ് ഹോൾഡിങ് സാധ്യമല്ല. കാരണം അവിടെയും കൂടെ മുട്ടിയിട്ടേ മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. എവിടെ കറങ്ങിത്തിരിഞ്ഞ് പോയാലും ഇങ്ങനെ ഈ പ്രാന്തപ്രദേശങ്ങൾ, അതായത് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ള പോലെ ഇവിടെ ഓൾറെഡി ബോട്ട് അടുത്ത് ആളുകൾ അടുത്ത ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ബോട്ടിലെ ആൾക്കാർ ഇപ്പുറത്തോട്ട് കയറണം. അപ്പോൾ ഈ ബോട്ട് അടുത്തിട്ടില്ല, കടവിലടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുട്ടിയതും ഇത് മുട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ റീസൺ. അതും കൂടെ മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. വീണ്ടും ഇത് ഇവിടെ മുട്ടാനായിട്ട് പോയി. അപ്പോൾ പലതവണയായിട്ട് ഈ മഞ്ഞ ലൈനിൽ മുട്ടിയപ്പോഴും ഇതിൻ്റെ അകലം വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ടാലിയായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനെന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മൂവ്മെൻറ്റിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ഒരു ലോങ് ഡ്രൈവിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. പിയിൽ ഒരു ലോങ് ഡ്രൈവ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ സാധനം പിയിൽ നല്ല രീതിയിലൊരു ലോങ് ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് 384 ആയിരിക്കും.
375 എൻ്റെ ടാർഗറ്റ്. ഈ സാധനം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 3-4 പോയിന്റ് കയറ്റി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അങ്ങ് അടപടല വെക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഈ സാധനം ഓവർനൈറ്റ് ഹോൾഡ് ചെയ്താലും സിംഗിൾ ലോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. 375 ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്താൻ ചാൻസ് ഉണ്ട്. വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ലോട്ടറി കോൾ ഇന്നേ എടുത്തു വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? പോട്ടെ. അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ട് എൻ്റെ കണക്കൂട്ടലിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാട്ടോ. അത് ഈ പറഞ്ഞ പോലെ കേട്ട പാതി കേൾക്കാത്ത പാതി അത് എല്ലാവരും എടുത്തു വെക്കുക എന്നുള്ളത് ഓരോ ഇതിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 187 ടച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ പൊക്കോട്ടെ. കാരണം നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയ ഒരു കഥ ഞാൻ പറയാറുണ്ട്. ഒരു വിധത്തിലാണ് ഈ മല തലകുത്തി നിൽക്കുക എന്ന് വിചാരിച്ചാൽ മതി. ഒരു വിധത്തിലാണ് മാർക്കറ്റ്, ഒരു വിധത്തിലാണ് താഴത്ത് കൊണ്ടുവന്നിട്ട് തിരിച്ചു കയറ്റണം. അത് സീല് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് 275 ആണെന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഈഗോ വെച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാനൊന്നും നമ്മളെ കിട്ടില്ല. നമ്മൾ 255 ചെന്നു. ഇവിടെ RSI തിരിഞ്ഞപ്പോൾ ചാർട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മനേഷേ ഇവിടെ ഞാൻ തിരിയുന്നുണ്ട്, നീ ബലം പിടിച്ച് ഈഗോയും വെച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കരുത്, നിനക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ശരി ആയിക്കോട്ടെ 270-55 നമുക്ക് ഇറങ്ങാം, തിരിച്ച് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. ഹൈ വോളിയത്തോടു കൂടി മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 187 ബ്രേക്ക് ചെയ്താൽ 105 ഞാൻ ലോക്ക് ചെയ്ത് ഇതിനവിടെ അങ്ങ് ഇട്ടേക്കുവാണ്. ബാക്കി നമുക്ക് വൈകുന്നേരം നോക്കാം. 200 ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 200 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 270 മാർക്കറ്റ് മൂവ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ടാണ് 360-384 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഒറ്റടിക്കൊന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടുത്തെ 160 എന്നുള്ളത് 200 വരെ 199 വരെയെങ്കിലും എന്തായാലും എത്തണം. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടുള്ളൂ, ഹയർ വിക്ക് എന്തായാലും വന്നിട്ടില്ല. 200 വളരെ ഈസി ആയിട്ടുള്ള ടാർഗറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഇനി 200 ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. വളരെ ഒരെണ്ണം പോലും വലിയ പ്രശ്നങ്ങളില്ലാതെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. 160 മുതൽ 200 വരെയുള്ള ഫസ്റ്റ് ടാർഗറ്റ്. അതിൻ്റെ ഹയർ വിക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊന്നും വലിയ ടെൻഷനില്ല, അങ്ങ് പോട്ടെ. ഒരു 190 ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടിട്ട പോലെ 187 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ആ 187 കൺസോൾട്ടേഷനാണ്. അവിടെ നിന്ന് ഹൈ വോളിയം ആണെങ്കിൽ സാധനം 105 ഇട്ട് പാളാവും. എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് അടുത്തത് 275 വലിയ സമയമൊന്നും വേണ്ട, അവിടെ കിടക്കട്ടെ. 200 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ സാധനം പോട്ടെ, 275 വരെ പോകും. ഒരു 10-30 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ കയ്യും കെട്ടിയിട്ടിരിക്കുക. ഒന്നെങ്കിൽ എൻ്റെത് 384, ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം താഴത്തോട്ട് വരുമ്പോൾ അവിടെ 10 പോയിന്റ് ആഗ്രഹിച്ച് വരുന്നൊരു വ്യക്തിക്ക് ഒരു 100 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കൈക്കൊന്നുമില്ലല്ലോ. നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി ഇറക്കി വിട്ട പോലെയാണ്. എത്ര ദിവസം കൊണ്ട് ഇറങ്ങിയോ അതിൻ്റെ 1/3 ആയിട്ട് മാർക്കറ്റ് മേളിൽ ചെല്ലണം. ആ പ്രൈസ് ലൈൻ മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇപ്പോൾ ആ പ്രൈസ് ലൈൻ മൂവ് ചെയ്ത് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഭാഗത്തുള്ള ഒരു കൺസോളേഷൻ റെസിസ്റ്റൻ്റ് ഏരിയയിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അത് ആ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 2 തവണ വന്ന് റീടെസ്റ്റ് അടിച്ച് മേളിലോട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും 2 തവണ മുകളിലോട്ട് പോകാൻ നോക്കിയിട്ടാണ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ആ ടിപ്പിലാണ് മാർക്കറ്റ് 239 വന്നിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇനി 239 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 275 പോകത്തുള്ളൂ. ഹൈ വോളിയമാണ്. ഈ നാറാണത്ത് പ്രാന്തൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ സാധനം 275 പോകും. എന്നെ സംബന്ധിച്ച് 190 താഴെ ഓരോ പോർഷൻ വിറ്റ് അവസാനം അടുത്ത ബ്രേക്കൗട്ടിൽ വീണ്ടും ആഡ് ചെയ്തൊക്കെ പോയാൽ മതി.
ആ റെസിസ്റ്റൻ്റ് അവിടെ എന്താണെന്ന് നമ്മൾ ക്യാൻഡിലേക്ക് മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല. ആ പ്രൈസ് ലൈൻ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് അറിയാൻ പറ്റണം അവിടെ എങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് ഈസി ആയിട്ട് നമുക്കവിടെ നിന്ന് എന്ത് ചെയ്യാം, മാറി തീരുമാനിക്കാം. കാരണം ഇവിടെ വൈറ്റ് ലൈനിലാണ് മാർക്കറ്റ് വന്ന് കൺസോൾട്ടേഷൻ ചെയ്യണം. ഇവിടെ ഗ്രീനും റെഡും ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതായത് കൺസോൾട്ടേഷൻ സോണിൽ വന്നാൽ ഒന്ന് റെസ്റ്റ് ചെയ്യുക. കാരണം അവിടെ നമ്മുടെ ഈ ബസ് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നു, അതായത് ലോങ് റൂട്ട് ബസ് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവർ പറയും, അല്ല കണ്ടക്ടർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, പുറത്തൊക്കെ പോയി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വാ, എന്നിട്ടായിരിക്കും വണ്ടി വിടുന്നതെന്ന് പറയും. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒന്ന് അലർട്ടായിട്ട് ഇറങ്ങുക, എന്നിട്ട് പിന്നെയും വേണമെങ്കിൽ നമുക്ക് പിന്നെയും കയറാം. അത് ഒരു രീതി. രണ്ടാമത് ഹോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ കിടക്കട്ടെ, എനിക്കൊരു 10 പോയിൻ്റെങ്കിൽ 10 പോയിൻ്റ് മതി, ലോക്ക് ചെയ്തിട്ട് അങ്ങേറ്റം വരെ ഹോൾഡ് ചെയ്യുന്നത് വേറൊരു രീതി. RSIയിൽ ഇവിടെ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, മാറി മാറിയൊക്കെ ചിന്തിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് ഈ RSI തിരിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോകുമ്പോൾ മാക്സിമം അവിടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. ഈ 384 എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതാണ് ഞാൻ അവിടെ ഇങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും വീഡിയോ പോസ് ചെയ്യാം, അടുത്ത ടാർഗറ്റ് എത്തുമ്പോൾ ഓൺ ചെയ്യാം. ഇത് ഡോജി ക്യാനിലാണ്. ഡോജി ക്യാനിൽ ശരിക്കും ഒരു ട്രെൻഡ് ഡയറക്ഷനാണ് നല്ല വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള സമയത്ത് തരാറുള്ളത്, അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ. ഇവിടെ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ ടിപ്പ് അവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കുക. ചിലപ്പോൾ 200-ലൊരു സപ്പോർട്ട് എടുക്കാൻ വന്നിട്ടായിരിക്കും പോകുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. അടുത്ത ഹൈ ആൻഡ് ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി 270-ലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്നതെന്ന് എടുക്കണം. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. ഈ മടക്ക് വരുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അലർട്ടായത്. ഇനിയിപ്പോൾ 230 പ്രീവിയസ് ക്യാൻഡലിലെ ഹൈ എത്ര പോയേക്കണേ, 239. ഇതിൻ്റെ ഹൈ എത്ര പോയേക്കണേ, 230. 230-ൽ സേഫാണ്. ഇനി 235 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 270-ലേക്ക്. കാരണം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡാണ്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവർജൻസ് വരാനുള്ള ചാൻസ് ഉള്ളതും ഈ ഒരു മടക്കം കണ്ടുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഇറങ്ങിയത്. നോക്കിയേ എന്ത് സ്പീഡിൽ പോയ സാധനം, എന്ത് സ്പീഡിൽ ഇറങ്ങണമെന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ സൂചന തന്നപ്പോഴത്തേക്കും നമ്മളവിടെ തീരുമാനം എടുത്തോണം. എങ്ങനെ കയറിപ്പോയി വരാം, ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് കയറിപ്പോകുന്ന ഒരാളും പ്രതീക്ഷിക്കരുത്. കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ മാർക്കറ്റ് കയറിപ്പോകത്തുള്ളൂ. അതാണ് ഇവിടെ പ്രൈസ് ലൈൻ നോക്കണം. നമ്മൾ ഒരു കാരണവശാലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ക്യാൻഡിലേക്ക് നോക്കിയിരിക്കരുത്. ഇവിടെ ഇതിൻ്റെ ടിപ്പ് നോക്കിക്കേ, ഈ വന്നേക്കണ റിജക്ഷൻ, അത് കഴിഞ്ഞിട്ട് അവിടെ 2 തവണ റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിജക്ഷനാണ് ആദ്യം ഇവിടെ കാണിച്ചേക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. 230-ൽ നമ്മൾ ഈസി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കാര്യം കേട്ടോ, 230-ൽ ഈസി ആയിട്ട് ഞാൻ അവിടെ പരിപാടി തീർത്തിട്ടുണ്ട്. ഇനി 230 ബ്രേക്ക് ചെയ്താൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിയും ബ്രേക്ക് ചെയ്ത് എടുക്കാമല്ലോ. നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ പിടിച്ച് വെറുതെ മാർക്കറ്റിൽ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പറഞ്ഞതിൽ 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പോയിട്ടില്ല. ഫസ്റ്റ് ക്യാൻഡിലിൽ റെഡ് ക്യാൻഡിലിൽ മുഴുവൻ നമ്മളെടുത്തു. സെക്കൻഡ് ക്യാൻഡിലിൽ ബ്ലൂ ലൈനിൻ്റെ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ടിപ്പ് വരെ ഒന്നും കൂടെ താഴെ ഈ ഇത് മുട്ടണം, ഈ മഞ്ഞ ലൈൻ എന്തായാലും മുട്ടാതെ ഒന്നും മാർക്കറ്റിലൊരു കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അത് കഴിഞ്ഞിട്ടേ നമ്മളിനി അടുത്ത ഡയറക്ഷനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങിക്കോളാം. നമ്മൾ ചാർട്ടിന് ഒരുപാട് പറഞ്ഞേ,
നമ്മൾ ചാർട്ടിനെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വാക്ക് നമ്മൾ ഓൾമോസ്റ്റ് ചാർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ക്യാൻഡിലും കൂടെ ഒന്ന് ഫോം ചെയ്യട്ടെ. നമ്മൾ 10:15 ആകുമ്പോഴത്തേക്കും വൈൻഡ് ചെയ്യാം. കാരണം ഈ ഒരു മഞ്ഞ ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഈ മഞ്ഞ ലൈൻ്റെ കാര്യത്തിലും ഈ ഒരു വൈറ്റ് ലൈൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ അന്ന് അതും കൂടെ ഒരു എന്താ പറയണ്ടേ, ഈ മഞ്ഞ ലൈൻ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അതിനെ എനിക്ക് കൂടുതലും പ്രോഫിറ്റ് തന്നിരിക്കുന്നതും സേഫായിട്ട് തന്നെ ഇറക്കിയിരിക്കുന്നതും ഈ മഞ്ഞ ലൈനാണ്. അപ്പോൾ മഞ്ഞ ലൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 200 മഞ്ഞ ലൈൻ മുട്ടട്ടെ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. തേർഡ് എൻട്രി ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമുക്കെന്ത് കിട്ടി? 210 മുതൽ 243 വരെ ട്രേഡ് എടുത്തു. നമ്മൾ ട്രേഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടാർഗറ്റ് അപ്പോൾ ഇതുവരെ എത്തണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഓൾമോസ്റ്റ് നമ്മൾ 230 വരെ എടുത്തു. രണ്ടാമത് അത് ഡൗണിലേക്ക് വന്നു. എഗെയിൻ 210 ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും എടുത്തു. 210 മുതൽ 243 വരെ അടുത്ത ട്രേഡ്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വ്യൂ അനലൈസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എൻ്റെ കഴിവൊന്നുമല്ല, ഇതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് എന്നുള്ളത് ഒരു ഗ്യാംബ്ലിംഗ് അല്ല, മറിച്ച് അത് കണക്കൂട്ടലാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ വീഡിയോ ആയിട്ട് ഇത് ഞാൻ എല്ലാവരിലേക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഞാനിവിടെ ഒരു വ്യക്തിയോടും എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയോട് വിൽക്കാനായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ സാഹചര്യങ്ങൾ പറയുന്നു, അത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരതെ ലാസ്റ്റ് ഫൈനൽ ട്രേഡ് പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ അത് മനസ്സിലാക്കി മറ്റുള്ളവർ എടുക്കുന്നു. സിയിൽ കുറച്ചേ കിട്ടിയുള്ളൂ, പിയിലുള്ള മൂവ്മെൻറ്റ് ഇത് കിട്ടി. ഇവിടെ ചെറുതാണെങ്കിൽ ചെറുതായിട്ടൊരു പ്രോഫിറ്റ്. ഇന്ന് എല്ലാവർക്കും മാസീവായിട്ടുള്ള മൂവ്മെൻ്റാണ്. അപ്പോൾ ആകെ 3-4 പേരൊക്കെ 5-6 പേരൊക്കെ ഉള്ളൂ ലൈവിൽ, അല്ലാണ്ട് വലിയ രീതിയിലൊന്നും ഞാൻ കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരാദ്യമൊക്കെ പലർക്കും ബുദ്ധിമുട്ട് കാണും ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ദേഷ്യം തോന്നാം, എന്നോട് വെറുപ്പ് തോന്നാം. കാരണം മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അവർക്കൊട്ട് എടുക്കാനും പറ്റില്ല. അതായത് സ്ഥിരം ഉള്ള ഒരു ശൈലിയിൽ നിന്നും മാറി പുതിയൊരു ശൈലിയിലേക്ക് വരുമ്പോൾ അതായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ കോളും ടിപ്പും ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വ്യൂ മനസ്സിലാക്കി ഒരു ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വ്യൂ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇതേ ലൈവിലേക്ക് വരാം. എല്ലാ സപ്പോർട്ടിനും ഞാൻ തയ്യാറാണ്. അപ്പോൾ അതൊന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇന്ന് വന്ന് നാളെ പ്രോഫിറ്റബിൾ ആവുന്നതല്ല ട്രേഡിങ്. കണ്ടിന്യൂസ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടെക്നിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടാണ് നമ്മൾ ട്രേഡിലേക്ക് പോകുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ലൈവിലേക്ക് വരാം, നേരിട്ട് വിളിക്കുക, സംസാരിക്കുക, പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല രീതിയിൽ ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്ര നല്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ? നിങ്ങൾ എന്തിനാണ് ഈ ലൈവ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ശരിയാണ്, എനിക്ക് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആരും അറിയിക്കാതെ എനിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരോട് പറയാനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് 1307, ഞാൻ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് അവരെടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കോള് പോലും ഒരു വാക്ക് ഞാനിവിടെ നിന്ന് എടുക്കാമെന്ന് എൻ്റെ ലൈവിൽ ഞാൻ സൂചിപ്പിക്കാറില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിക്ക് 1307 കിട്ടുമോ? ഇല്ല. ഈ വ്യക്തിക്ക് 3031 കിട്ടുമോ? ഇല്ല. എത്ര 10 മണിക്ക് മുമ്പാണെന്ന് ആലോചിക്കണം. ഈ വ്യക്തിക്ക് ഒരു 623 കിട്ടില്ല. ഈ വ്യക്തിക്ക് 2133 കിട്ടില്ല. ഈ വ്യക്തിക്ക് 4125 കിട്ടില്ല. അപ്പോൾ അത്രയും ആളുകളുടെ മനസ്സിൽ അവരുടേതായിട്ടുള്ള അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു ഇത് അവർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ ഒരിക്കലും ഇത് കഴിഞ്ഞ ദിവസത്തെ മൂവ്മെൻറ്റ് ഇതൊക്കെ ലൈവിൽ അവർക്ക് ഈ പൈസയൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് ലൈവിൽ. അപ്പോൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല, അല്ലെങ്കിൽ ഒരു ലൈവിൽ അവർക്കൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മൾക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നതുകൊണ്ട് എന്താ തെറ്റ്? വർഷങ്ങളൊന്നുമില്ല. അപ്പോൾ
ചെയ്യേണ്ട പോലെ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ആർക്കും പ്രോഫിറ്റബിൾ ആവാം. ഒരു കാറ് കണ്ടുപിടിച്ച ആള് അദ്ദേഹത്തിന് മാത്രം ഓടിക്കാനായിരുന്നെങ്കിൽ നമുക്കിപ്പോഴത്തെ കാർ ഓടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബൾബ് കണ്ടുപിടിച്ചുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം വെളിച്ചം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്കൊന്നും ഇപ്പോൾ വെളിച്ചം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഈവൻ ഈ ഒരു ടെക്നിക്കൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ നമുക്കും അറിയാൻ പറ്റുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരല്ലേ PNL ചോദിച്ച് പുറകെ നടന്ന് അവരോടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ആരാണെങ്കിലും നോളജിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് യൂട്യൂബിലേക്കാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എനിക്കതിന് പരാതിയുമില്ല, എനിക്കതിൽ പരിഭവങ്ങളുമില്ല. ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ കൂടാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം കൂടി ഒരുമിച്ച് പോകാം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും ട്രേഡറാക്കാമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. കാരണം എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുന്നു. എനിക്കിപ്പോൾ ലൈവ് ഒരു ശീലമായിപ്പോയി. ഒച്ചയെടുത്ത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ വ്യൂ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഈ ലൈവ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയത്. ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയൊന്നും ഒരു അപ്പർ സൈഡിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കൺഫേം ആയിട്ട് ഏകദേശം ഒരു വ്യൂ പറയുന്ന ലെവലിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചതിലും, ചാർട്ടിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഈ യെല്ലോ ലൈൻ വരെ എത്തേണ്ടതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അത് മുട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം. നമ്മൾ ചാർട്ടിന് രാവിലെ വാക്ക് കൊടുത്തതാണ്. 10:08 എൻ്റെ പരിപാടി തീർന്നു. ഇനി നമുക്ക് നാളെ കാണാം. അതുവരെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകാം. ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലം നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്യാർത്ഥി ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ് ചെയ്ത് കാശ് മുഴുവൻ കളഞ്ഞ് ആരോഗ്യം കളഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ മരുന്ന് മേടിക്കാൻ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റിൽ കറക്റ്റായിട്ട് ഇറങ്ങുക. എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഒരു ചാർട്ടാണ് പഠിപ്പിക്കുന്നത്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.